കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന് തിരിച്ചടി. നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കണ്ടെത്തൽ. വിചാരണ നേരിടേണ്ടത് 28 പ്രതികൾ. ഗൺമാന്മാരുടെ മർദ്ദനത്തിലെ മൊഴിയെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് SIമാർ. ഫയലുകൾ തിരുത്തിയത് ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം. പുതിയ റിപ്പോർട്ട് സമർപ്പിച്ച SIT പോലീസിന് ഭീഷണിയുമായി അർജുൻ ആയങ്കി. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണം. മകനെയും അച്ഛനെയും റോഡിലിട്ട് തല്ലിച്ചതച്ചു. ആക്രമണം വാഹനത്തിന് സൈഡ് ചോദിച്ചതിന് പരാതിയുണ്ടോ എന്ന് അമ്മയെ വിളിച്ചു ചോദിച്ചു പോലീസ്. ഇപ്പോഴും വിളിച്ചപ്പോൾ എന്നോട് പറയുവാണ് പരാതിയുണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊച്ചു കുട്ടി ഇത്രയും ഉപദ്രവിച്ചിട്ട് പരാതിയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ നടപടിയുമായി പോലീസ്. പാറ്റകൾ തെരുവിലിറങ്ങി. ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഡൽഹിയിൽ. രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിൽ. ശ്രീധരന്റെ അതിവേഗ പാത പദ്ധതി പഠിക്കാൻ സർക്കാർ 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷൻ. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ CPIക്ക് നിരാശപ്പെടേണ്ടി വന്നേക്കും. CPI കൈവിട്ട് CPIM കേന്ദ്ര നേതൃത്വവും. തീരുമാനം കേരള ഘടകം എടുക്കട്ടെ എന്ന് MA ബേബി. പ്രതികരണം പ്രശ്നത്തിൽ ഇടപെടണമെന്ന D രാജയുടെ ആവശ്യത്തിന് പിന്നാലെ. നിലവിളക്ക് കൊളുത്തൽ വിവാദം തള്ളി N ഷംസുദ്ദീൻ. ചെറിയ കാര്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഫാത്തിമ തഹലിയെ തള്ളി സമസ്ത. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ലെന്ന് ഉമർ ഫൈസി മുഖം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യത.